ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി ഗീവ് അവേയും കാര്യങ്ങളൊക്കെ ചെയ്ത വീഡിയോയുടെ താഴെയായിട്ട് ഭയങ്കര കമൻസാണ്. എനിക്ക് കിട്ടിയില്ല, ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു, വിഷമമായി, തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം അത് കണ്ടപ്പം എനിക്ക് തോന്നി നമുക്കൊരു വീഡിയോ ചെയ്തേക്കാം. കാരണം ഗീവ് അവേ എന്നൊക്കെ പറയുന്നത് പക്കാ ലോട്ടറി എടുക്കുന്ന പോലല്ലേ, അല്ലേ? ഭാഗ്യം ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കത്തുള്ളൂ. സോ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ വേറെ ആൾക്ക് പ്രൈസ് കിട്ടുമ്പോൾ നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യാം. നമുക്ക് അറിയാത്തൊരാളല്ലേ, അല്ലേ? അപ്പം വേറൊരാളുടെ വിജയത്തെ സ്വീകരിക്കുക എന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ്. അതേപോലെ തോൽവിയല്ല ഇതൊരിക്കലും, അത് മനസ്സിലാക്കാം. അതായത് എന്തോ പറയുന്നത്, ഒരു ഗിവ് അവേ അത് ജസ്റ്റ് ഒരു ലക്ക് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ വിഷമിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നെഗറ്റീവ് ആവുകയോ ചെയ്യരുത്. ഓക്കെ, നമുക്ക് ഇനിയും ഗിവ് അവേസ് വരുന്നുണ്ട്. ഈ പ്രാവശ്യം ഒരു വിന്നറായിപ്പോയി, ഒരു വിന്നറെ മാത്രമേ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഒരാളെ ഞാൻ സെലക്ട് ചെയ്യുള്ളൂ എന്ന്. ഓക്കെ, അപ്പോൾ അത് വേണ്ടായിരുന്നു എനിക്ക് തോന്നി. കാരണം നമുക്ക് കുറച്ചധികം വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാമായിരുന്നു. കാരണം നമുക്ക് ഒത്തിരി പേരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇനിയും ഒരുപാട് ഗിവ് അവേസായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, കാരണം നിങ്ങളൊക്കെ എന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും തിരിച്ചും എന്തെങ്കിലും ചെയ്യണമല്ലോ. സോ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതിനനുസരിച്ചിരിക്കും ഞാൻ ചെയ്യുന്ന ഗീവ് അവേസും കാര്യങ്ങളും. കാരണം നമ്മൾ ഈ ഗീവ് അവേ ചെയ്യുന്നവരെ നമുക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഗീവ് അവേ കഴിഞ്ഞപ്പം സബ്സ്ക്രൈബേഴ്സൊക്കെ അങ്ങ് കുറയാൻ തുടങ്ങി. അപ്പം ആ ഒരു പ്രൈസ് പ്രതീക്ഷിച്ച് മാത്രമാണോ എല്ലാവരും നിൽക്കുന്നത്? അപ്പം അതെനിക്ക് മനസ്സിലായില്ല. കാരണം ഒറ്റ ദിവസം കൊണ്ടാണ് 5-6 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കുറഞ്ഞത്. ഓക്കെ, കുഴപ്പം ഇല്ല എന്നെനിക്ക് പറയുന്നില്ല, കാരണം എനിക്ക് വിഷമമുണ്ട്. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ വേണമല്ലോ നിൽക്കാനല്ലോ, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമല്ലോ നമ്മൾ വീണ്ടും ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ അതലോചിക്കുമ്പം ഓക്കെ, കാരണം നല്ലതാണ്. കാരണം നമുക്ക് എനിക്ക് തോന്നുന്നു അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഫിൽട്ടർ ചെയ്യാന്ന് പറയത്തില്ല നമ്മുടെ ജീവിതത്തിൽ നിന്ന്. സോ അതുപോലെ തന്നെ നമുക്ക് ജെന്യുവനായിട്ടുള്ള സപ്പോർട്ട് അല്ലാത്തവരെല്ലാം ഓക്കെ അങ്ങനെ പോകുന്നു എന്ന് നമുക്ക് വിചാരിക്കാം, അല്ലേ? അതാകുമ്പോൾ നമുക്ക് ഡെയിലി നമ്മളുടെ വീഡിയോസിന് കമൻറ്റ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ഡെയിലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും നമുക്ക് അത് നോട്ടീസ് ചെയ്യാൻ പറ്റും, അല്ലേ? സോ എനിക്ക് ആക്ച്വലി സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് കണ്ടപ്പോൾ നല്ല വിഷമം വന്നു. കാരണം അറിയില്ല, കാരണം നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചു. ഞാൻ ഒരു 1000 ആയി കഴിയുമ്പം ഈ വാച്ച് അവറൊക്കെ 4000 പയ്യെ ആയാലും കുഴപ്പമില്ല, സബ്സ്ക്രൈബേഴ്സ് കൂടാനല്ലേ പ്രശ്നം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഒറ്റയ്ക്ക് ഇങ്ങനെ താവുന്നത് കണ്ടപ്പം എനിക്കെന്തോ ഭയങ്കര നെഗറ്റീവ് അടിച്ചു. ഞാനത് ചാനൽ ഡ്രോപ്പ് ചെയ്താലോ എന്ന് വിചാരിച്ചൊരു നിമിഷം. കാരണം അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഒരു സ്വപ്നമാണ്, എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ ചാനലെടുത്തത്. പിന്നെ അങ്ങനെ പോയ 6 പേർക്ക് വേണ്ടിയിട്ടല്ലോ, ബാക്കി അത്രയും പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർത്തപ്പം ഇത് ഓക്കെ ആണെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, നമുക്ക് ഒരുപാട് ഗീവ് അവേസ് വരുന്നുണ്ട്. ഞാൻ ഇനി അടുത്ത് തന്നെ ഞാനൊരു ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അത് ഒരു വലിയ ഗീവ് അവേ തന്നെയായിരിക്കും. പിന്നെ ക്യാഷ് ഗീവ് അവേയുടെ കാര്യം ഞാൻ പറയാം. ഓക്കെ, അത് നല്ല രീതിക്ക് തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഞാൻ ഈ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നമ്മൾ ചാനൽ മോണിറ്റൈസ് ആയിട്ട് $100 ആകുമ്പോഴാണ് നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ആ $100 എന്ന് പറയുന്നത് ഏകദേശം ഒരു 8000 റുപ്പീസാണ്. എനിക്ക് ആദ്യത്തെ ഇൻകം എത്രയാണോ കിട്ടുന്നത് ആ ഒരു ഇൻകത്തിന് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഗിവ് അവേ കൊടുക്കും, ക്യാഷ് ഗിവ് അവേ. ഒന്നെങ്കിൽ 8000 ഒറ്റ വിന്നർ, അല്ലെങ്കിൽ 4000 ആയിട്ട് 2 വിന്നർ, അല്ലെങ്കിൽ 2000 അങ്ങനെയായിട്ട് കുറച്ച് വിന്നേഴ്സും 4 വിന്നേഴ്സും. സോ ഒക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പം ഞാൻ കറൻറ്റ്ലി എന്തായാലും ജോലിയുടെ കുറച്ച് തിരക്കായതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല, ഗിവ് അവേ ചെയ്യുന്നില്ല. കാരണം എനിക്കത് നോട്ടീസ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ഇടുന്ന കമൻസിനൊന്നും എനിക്ക് റിപ്ലൈ തരാൻ പറ്റുന്നില്ല. ഇത് തന്നെ ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഷൂട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ സമയം 4-4:30 അങ്ങാണ്ടായതേ ഉള്ളൂ. യെസ്, 4:44 ആയതേ ഉള്ളൂ. സോ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി നേരത്തെ എഴുന്നേറ്റതാണ്.
അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ ലോങ് വീഡിയോസ് ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചതുകൊണ്ട്, പക്ഷേ അത് എനിക്ക് വോയിസ് കൊടുത്തിട്ട് വേണം ഇടാൻ. അപ്പോൾ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു. നമ്മളുടെ ചാനൽ മോണിറ്റൈസ് ആകാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ ഞാനും ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ഒരു ചെറിയ കാര്യത്തിലൊന്നും വിഷമിക്കരുത്, ഒരിക്കലും വിഷമിക്കരുത്. കാരണം ജീവിതം ഇങ്ങനെ നിരന്ന് കിടക്കുക. നമുക്ക് ജീവിതത്തിൽ ഓരോ സ്ട്രഗിൾസൊക്കെ ഉണ്ടാവും. സോ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒരിക്കലും വിഷമിക്കാതിരിക്കുക കേട്ടോ. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, ബൈ.